Hey, hello everyone, welcome back to my channel. So, നമ്മൾ ഒരു കിഡിലൻ ബോട്ടിൽ ആർട്ട് ആയിട്ടാണ് വന്നിരിക്കുന്നത്. എനിക്കറിയാം എൻ്റെ സബ്സ്ക്രൈബേഴ്സിൽ മിക്കവർക്കും ബോട്ടിൽ ആർട്ടാണ് ഇഷ്ടമെന്ന്. അപ്പോൾ നമ്മൾ കുറച്ച് ദിവസമായിട്ട് ഏതാണ്ട് ഒരു 2-3 വീക്സ് ആയിട്ട് നമ്മൾ ബോട്ടിൽ ആർട്ട് ചെയ്തിട്ടില്ല. അപ്പം അതിന് വേണ്ടി എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഒരുപാട് ആൾക്കാർ, ഒരുപാടെന്ന് വെച്ചാൽ കുറച്ചധികം പേര് എന്നെ എനിക്ക് മെസ്സേജ് ചെയ്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, എന്താ ചേച്ചി ബോട്ടിൽ ആർട്ട് ഇപ്പോൾ ചെയ്യാത്തതെന്ന്. ഞാൻ ബോട്ടിൽ ആർട്ട് സ്റ്റോപ്പ് ചെയ്തോന്ന് ചോദിച്ചവരുണ്ട്. പക്ഷെ ഞാൻ ബോട്ടിൽ ആർട്ട് സ്റ്റോപ്പ് ചെയ്തിട്ടില്ല. ഞാൻ ചെയ്യുന്നതായിരിക്കും. ബട്ട് എനിക്ക് കുറച്ച് ടൈമിൻ്റെയും പിന്നെ കുറച്ച് പേഴ്സണൽ കാര്യങ്ങളും ഉള്ളതുകൊണ്ടാണ് ഞാൻ അതൊക്കെ മാറ്റി വെച്ച്. ബട്ട് ഇനിയുള്ള വീക്സിൽ നമ്മൾ കൃത്യമായിട്ടും ബോട്ടിൽ ആർട്ട് എന്തായാലും ചെയ്തിരിക്കും. ഒരു ദിവസമോ അല്ലെങ്കിൽ എന്നെ കൊണ്ട് പറ്റുവാണെങ്കിൽ 2 ദിവസമോ വീക്ക്ലി നമ്മൾ ബോട്ടിൽ ആർട്ട് ഉണ്ടാവും. പിന്നെ ഒരു ദിവസം ഒരു വീഡിയോ നമ്മൾ ഏതർ വ്ലോഗ്സ് ഓർ ലൈഫ് സ്റ്റൈൽ വീഡിയോസ് ആയിരിക്കും. അപ്പം നമുക്ക് കൂടുതൽ കത്തി വെച്ച് ബോറടിപ്പിക്കാതെ നേരെ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പം നിങ്ങളുടെ സ്നേഹത്തിനൊക്കെ വളരെ വളരെ നന്ദി പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ലെറ്റ്സ് ഗെറ്റ് ഇൻടു ദ വീഡിയോ. ഇത്രയും നേരം ഞാൻ എന്താ ചെയ്തതെന്നുള്ളത് നിങ്ങൾക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി എന്നറിയാം. എന്നാലും ഞാൻ ഒന്നും കൂടെ പറയാം. നമ്മൾ ക്ലീൻ ചെയ്തിട്ട് ഒരു ബോട്ടിൽ എടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്തേക്ക് വൈറ്റ് അക്രിലിക് പെയിൻറ്റ് സ്പോഞ്ച് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഡാബ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ബ്രഷ് വെച്ചിട്ടും ചെയ്യാം. ഞാനിപ്പോൾ സിംഗിൾ കോട്ട് മാത്രമാണ് ചെയ്തിട്ടുള്ളത്. കുറച്ചും കൂടെ ഫിനിഷിങ് ആവശ്യമുണ്ടെന്ന് തോന്നുന്നവർക്ക് മാത്രം 3 കോട്ട് അടിക്കാം. ബട്ട് ഐ ഡോണ്ട് തിങ്ക് അത് ആവശ്യമുണ്ടെന്ന്. കാരണം നമ്മൾ അതിന് ശേഷമുള്ള സ്റ്റെപ്പിൽ പെയിന്റ് തന്നെയാണ്, അതായത് നെയിൽ പെയിന്റിൻ്റെയാണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ബേസ് കോട്ടിന് പ്രത്യേകിച്ച് ഒരു പ്രസക്തി ഇല്ല, എന്നാൽ നമുക്ക് സ്കിപ്പ് ചെയ്യാനും പറ്റില്ല. അപ്പം അതിനുശേഷം നമുക്ക് ആവശ്യമുള്ള നെയിൽ കളേഴ്സ് എടുക്കാം. ഇഷ്ടമുള്ള കളേഴ്സ് എടുക്കാം, ഏതാണോ അവൈലബിൾ ആയിട്ടുള്ളത് എന്നുള്ളത് എടുക്കാം. അപ്പം ഞാനിത് മുന്നേ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കുറച്ച് പേർക്കൊക്കെ ഡൗട്ടും കാര്യങ്ങളൊക്കെ കൂടുതലുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ ഒരു സെപ്പറേറ്റ് വീഡിയോ ചെയ്യുന്നത്, മിക്സ്ഡ് കളേഴ്സിൻ്റെ ചെയ്യുന്നത്. അപ്പം ഞാനിപ്പോൾ കുറച്ചധികം നെയിൽ പെയിൻറ്റ്സ് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതേപോലെ ഒരു ടബോ എന്തെങ്കിലും ഒരു ബോക്സോയിലോ വെള്ളം വെക്കുക. വെള്ളം വെക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വെച്ചാൽ നമ്മളുടെ ബോട്ടിൽ ഡിപ്പ് ചെയ്യാൻ പറ്റണം. അതായത് ഡിപ്പ് എന്ന് വെച്ചാൽ ഫുള്ളായിട്ട് മുങ്ങണമെന്നില്ല. നമ്മളുടെ ബോട്ടിലിൻ്റെ ഒരു ലെങ്ത് ആയിരിക്കണം നമ്മൾ എടുക്കുന്ന കണ്ടെയ്നർ. അതിലേക്ക് നമുക്ക് നമ്മളുടെ കയ്യിലുള്ള നെയിൽ പോളിഷുകൾ ഇതേപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ മേക്ക് ഷുവർ നമ്മളുടെ നെയിൽ പോളിഷ് പുതിയതോ അല്ലെങ്കിൽ കുറച്ച് ലൂസ് ആയിട്ടുള്ള, പഴയതാണെങ്കിലും കുഴപ്പമില്ല, നമ്മൾ കുറച്ച് ലൂസ് ആയിട്ടുള്ള ടെക്സ്ചർ ആയിരിക്കണം. കട്ടി ഉണ്ടാകുമ്പം അപ്പം തന്നെ നമ്മൾ ഒറ്റിക്കുമ്പോൾ നേരെ താഴേക്ക് പോകും. അപ്പം അതൊന്ന് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഫാസ്റ്റ് ആയിട്ടൊന്ന് മൂവ് ചെയ്ത് കൊടുക്കണം. ഇപ്പം ചെയ്യുന്ന പോലെ ജസ്റ്റ് കൈ വെച്ചിട്ടൊന്ന് ഫാസ്റ്റ് ആയിട്ടൊന്ന് മൂവ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പം ഞാനിപ്പം പിങ്ക് ചെയ്തു, അതിനുശേഷം ബ്ലൂവും കൂടെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കിത് 2 രീതിയിൽ ചെയ്യാം. ഏതർ ഒരു കളർ ഇട്ടതിന് ശേഷം അത് ഡിപ്പ് ചെയ്തതിന് ശേഷം രണ്ടാമത്തെ കളർ യൂസ് ചെയ്യാം. അല്ലെങ്കിൽ 2 കളറും ഞാനിപ്പോൾ ചെയ്യുന്ന പോലെ 2-3 കളേഴ്സ് ഒരുമിച്ച് അറ്റ് എ ടൈം തന്നെ അവിടെ സ്പ്രെഡ് ചെയ്തിട്ട് നമുക്ക് അങ്ങനെയും ചെയ്യാം. അതും സെയിം റിസൾട്ട് തന്നെയാണ്. പിന്നെ ഇത് സ്പ്രെഡ് ചെയ്യുന്നതിൽ പ്രത്യേകിച്ച് ഡിസൈനോ കാര്യങ്ങളോ ഒന്നുമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് അതിന് ഏത് ഒരു മൂമെന്റ്സ് കൊടുക്കാവുന്നതാണ്. ഇങ്ങനത്തെ കൈ വെച്ചിട്ട് നമ്മൾ എങ്ങോട്ട് വേണമെങ്കിലും ഇത് മൂവ് ചെയ്യാം. അപ്പം നമ്മൾ ആവശ്യത്തിനുള്ള നെയിൽ പെയിൻറ്റ്സ് ഒക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളെ ബോട്ടിൽ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കാം, ഒരു സൈഡിൽ നിന്ന് മറ്റൊരു സൈഡിലേക്ക് മാത്രമായിട്ട്. കണ്ടോ, വളരെ കെയർഫുൾ ആയിട്ട് ചെയ്യണം. ഓവറായിട്ട് താഴേക്ക് ബോട്ടിൽ ഡിപ്പായി പോവാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കണം. ആ സമയത്ത് നമ്മൾ ഈ ഒരു നെയിൽ പെയിന്റ് നേരെ പോയിട്ട് നമ്മൾ ടബിലേക്ക് ടച്ച് ചെയ്ത് നിൽക്കും. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് മേലേന്ന്, ആ വെള്ളത്തിന്റെ മേലേന്ന് മാത്രം ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഞാൻ വീണ്ടും ഇതേ സ്റ്റെപ്പിനെ റിപ്പീറ്റ് ചെയ്യാണ്. കാരണം നമ്മൾ
പാടുള്ളൂ കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മളുടെ അടിപൊളി ബോട്ടിൽ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇത് നിങ്ങൾക്ക് 2 കളറിൽ ചെയ്യാം, 3 കളറിൽ ചെയ്യാം, സിംഗിൾ കളറിലും ചെയ്യാം. നല്ല ഭംഗിയുണ്ടാവും കാണാൻ വേണ്ടിയിട്ട്. അപ്പം ഇതാണ് ഇതിൻ്റെ ഫൈനൽ ഔട്ട്കം വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. പിന്നെ നിങ്ങളുടെ കമൻറ്റ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഇത് സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെയും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കൂ. ആൻഡ് ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.